പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ കലോത്സവത്തിന് വളരെ പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സ്വാഗത ഭാഷകൻ വളരെ മനോഹരമായി അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്ത് ഉടനീളം നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴും നമ്മളൊക്കെ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കാത്ത കുറേ മനുഷ്യരെ ഒരുമിച്ച് ഓർക്കുകയാണ് നമ്മൾ ഈ കലോത്സവത്തിന് ഈ വിഷയം തിരഞ്ഞെടുക്കുക വഴി. സത്യസന്ധമായി ഉത്തരം പറയണം, നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ വിശപ്പ് അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഇല്ല എന്നതാണ് സത്യത്തിൽ ഉത്തരം. എനിക്കറിയാം ഇല്ല എന്നാണെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശപ്പ് അനുഭവിച്ചിട്ടില്ല. അപ്പൊ എന്താ സാർ, ഞങ്ങള് നോമ്പ് വെക്കുമ്പോൾ വിശപ്പ് അനുഭവിക്കൂലേ? അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോൾ അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തുന്നതിന് മുമ്പ് വിശപ്പ് അനുഭവിക്കൂലേ? രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വീട്ടിലെത്തുന്നതിന് അല്ലെ ഹോസ്റ്റലിൽ എത്തുന്നതിന്റെ ഇടയ്ക്കൊരു വിശപ്പ് അനുഭവപ്പെടൂലേ? ആ വിശപ്പാണോ നമ്മുടെ ഈ കലോത്സവത്തിന്റെ തീം നിങ്ങളുടെ അഭിപ്രായത്തിൽ? അല്ല, അത് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമെന്നുള്ള ഷ്യൂറിറ്റി. യു ആർ ഷുവർ എ ഫുഡ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഒരു ഭക്ഷണം കാത്തിരിക്കുന്നു എന്ന ഉറപ്പിനിടക്കുള്ള താത്കാലികമായ ശാരീരിക പ്രതിഭാസം മാത്രമാണ് എന്ത് നമ്മൾ ഈ പറയുന്ന വിശപ്പ് എന്ന് പറയുന്നത്. ഭക്ഷണം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഇന്നോ അടുത്ത മണിക്കൂറോ നാളെയോ ഭക്ഷണം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ മനുഷ്യൻ അലയുന്ന അവസ്ഥ നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, നമുക്ക് ആർക്കും അതുണ്ടായിട്ടില്ല. സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പ് നമ്മൾ അനുഭവിച്ചിട്ടില്ല. സ്വസ്ഥമായ ജീവിതത്തിന് വേണ്ടിയുള്ള വിശപ്പ്, ഭയമില്ലാതെ ജീവിക്കുന്നതിനുള്ള വിശപ്പ് നമ്മൾ അനുഭവിച്ചിട്ടില്ല. വായിക്കാനും അറിയാനുമുള്ള വിശപ്പ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഇല്ല. അംഗീകാരത്തിന് നമുക്ക് വിശപ്പില്ല യഥാർത്ഥത്തിൽ. കാരണം നമുക്ക് നിരന്തരം അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അന്തസ്സിന് നമുക്ക് വിശപ്പ് അനുഭവപ്പെട്ടിട്ടില്ല. നമ്മളെ നാട്ടിൽ നിന്ന് ആരും നമ്മെ ആട്ടി ഓടിച്ചിട്ടില്ല. നമ്മളെ ആരും നേർക്ക് നേർ നോക്കി മിണ്ടാതിരിക്കൂ എന്ന് ആക്രോശിച്ചിട്ടില്ല. ഇല്ല. നമ്മൾ യഥാർത്ഥത്തിൽ വിശപ്പ് ഇല്ലാത്ത സുഖിമാന്മാരാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ എന്നോട് പിണങ്ങില്ലെങ്കിൽ ഞാനത് പറയട്ടെ, നമ്മൾ ആരും ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള വിശപ്പും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിക്കാത്ത ഒരു സാധനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇന്നലെയൊക്കെ ആയിട്ട് എന്താണ് ഞാൻ ഈ കലോത്സവത്തിൽ പറയേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ആമുഖമായി ഇത് പറയണമെന്ന് തോന്നി. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ചിന്താശേഷിയുള്ളവരാണ്. അവർ ഈ അർത്ഥത്തിൽ കൂടി അതിനെ വ്യാഖ്യാനിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത, എന്നാൽ മറ്റു പല മനുഷ്യരും ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നമ്മളെ ഉള്ളിലേക്ക് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു സിമ്പതി കൊള്ളുകയല്ല, മറിച്ച് വി ആർ എംപത്തറ്റിക്കൽ ടുവാർഡ്സ് ദം. ആ ആളുകളുമായി, ലോകത്തെല്ലാം ഉള്ള, തെരുവിലുള്ള, ഗസയിലുള്ള, അല്ലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്തുള്ള, അല്ലെ ചൈനയിലെ സിങ്ജിയാങ് പ്രവിശ്യയിലുള്ള, സുഡാനിലുള്ള, അല്ലെ സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള, ഇറാഖിൽ യുദ്ധം ശിഥിലമാക്കിയ ഇടങ്ങളിലുള്ള, പലയിടങ്ങളിലായി അലയുന്ന അല്ലെ മനുഷ്യരാടോ ആകെ നമ്മൾ എന്താക്കുകയാണ്? ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിശക്കാതെ തന്നെ അവരുടെ വിശപ്പിനോട് ചേരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്. അതാകട്ടെ യഥാർത്ഥത്തിൽ നബിചര്യയുടെ ഭാഗം കൂടിയാണ്. നബിതങ്ങളെ വിശിഷ്ടമായിട്ടല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെ എത്ര വിശിഷ്ടമായാണ് പടച്ചറബ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നബിതങ്ങളെ എന്തിനാണ് വിശപ്പ് അനുഭവിപ്പിച്ചത്? നബിതങ്ങൾക്ക് ഏറ്റവും വിശിഷ്ടമായ ഭോജ്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം തയ്യാറായിരുന്നില്ലേ? എന്നിട്ടും നബിതങ്ങൾ വിശന്ന്
ഒട്ടിയ വയറുമായി കല്ല് കെട്ടി നടന്നു വിശക്കാതിരിക്കാൻ. വീട്ടിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല അമീറുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന എത്ര അവസ്ഥകളുണ്ടായി. എന്തിനാണ് അങ്ങനെ വിശപ്പിച്ചത്, വിശപ്പനുഭവിപ്പിച്ചത്? അത് നമുക്ക് വേണ്ടിയാണ്, നമുക്കൊരു മാതൃകക്ക് വേണ്ടിയാണ്. എൻ്റെ നേതാവ് സമൃദ്ധിക്കകത്തൂടെ മാത്രമല്ല കടന്നുപോയത്, ഭീകരമായ വിശപ്പിനകത്തുകൂടി ആയിരുന്നു. അതുകൊണ്ട് ലോകത്തനുഭവിക്കുന്ന ഏത് വേദനയോടൊപ്പവും എനിക്ക് ഐക്യപ്പെടാൻ കഴിയുമെന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ നബിതങ്ങൾ വിശന്നു എന്ന് പറയുന്നത്. എനിക്ക് വായിക്കുമ്പം എപ്പോഴും വല്ലാതെ വേദനിച്ചൊരു ഭാഗമാണത്. നബിതങ്ങൾ വിശന്നു എന്ന് പറയുന്നത്, ഒന്നും വീട്ടിലില്ല എന്ന് പറയുന്നത്, ഒരു അതിഥി വന്നാൽ എന്ത് ചെയ്യുമെന്ന് വേദനിച്ചത്, അതനുഭവിക്കുന്നത് നമ്മൾ മറ്റൊരാളോട് ചേർന്ന് നിൽക്കാനാണ്. എന്നാൽ ഹിന്ദു മെത്തോളജിയിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. കഥയാണ്. ആ കഥയ്ക്കകത്ത് മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവർ 5 പേരും ഒരു നായയും മഹാപ്രസ്ഥാനം നടത്തുകയാണ്. ഇങ്ങനെ പോയി അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് അതിന്റെ കഥയാണ്, ഐതിഹ്യമാണ്, മിത്താണ്. നടന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഓരോരുത്തരായി വീഴുകയാണ്. ആദ്യം പാഞ്ചാലി വീഴുന്നു, അതിന്റെ ശേഷം നകുലൻ വീഴുന്നു, സഹദേവൻ വീഴുന്നു, ഭീമൻ വീഴുന്നു. അദ്ദേഹത്തിന് മുന്നോട്ട് നടക്കാൻ ഒക്കുന്നില്ല. അപ്പൊ ഭീമൻ മുന്നിലുള്ള യുധിഷ്ഠിരനോട് ചോദിക്കുന്നുണ്ട്. യുധിഷ്ഠിരൻ ധർമ്മപുത്രനാണ്, അദ്ദേഹം മാത്രമാണ് മഹാപ്രസ്ഥാനത്തിൽ സ്വർഗം പോകുന്നതെന്നാണ് കഥയാണ്, നിങ്ങൾ വായിച്ചാൽ മതി. അപ്പൊ ഭീമൻ ചോദിക്കുന്നുണ്ട്, ജ്യേഷ്ഠ, ഞാൻ എന്തുകൊണ്ടാണ് വീണുപോയത്? എനിക്കെന്തുകൊണ്ടാണ് സ്വർഗം പ്രാപിക്കാൻ ഒക്കാത്തത്? എനിക്കെന്താണ് പിഴച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ഭീമനോട് ഒറ്റ ഉത്തരം മാത്രമേ, തിരിഞ്ഞു നോക്കാതെ ധർമ്മപുത്രർ പറയുന്നത് ഈ ഉത്തരവാണ്: നീ അധികം കഴിച്ചു എന്നാണ്. നീ അധികം ഭക്ഷണം കഴിച്ചു എന്നാണ് ഭീമനോട് പറയുന്നത്. കാരണം അദ്ദേഹത്തിനെ കഥാപാത്രം സൃഷ്ടിച്ചത് തന്നെ, ആ പാത്ര സൃഷ്ടി തന്നെ തടിച്ച് കുറെ കൂടി എന്നെക്കാളൊക്കെ തടിച്ചിട്ടുള്ള ഒരു തൂങ്ങിയ മനുഷ്യനായിട്ടാണ്, അധിക ഭക്ഷണം കഴിക്കുന്ന ആളായിട്ടാണ്. വൃഗോദരൻ എന്ന് മൂപ്പർക്ക് പേര് തന്നെയുണ്ട്. വൃഗോദരൻ മൂപ്പരുടെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത്. അപ്പൊ ഭീമനോട് പറയുന്നത്, മഹാഭാരതത്തിൽ പറയുന്നത്, നിങ്ങൾ അധികം കഴിച്ചു എന്നാണ്. നമ്മള് മറ്റൊരു മനുഷ്യന്റെ വേദനയെയും വിശപ്പിനെയും അറിയാനുള്ള പ്രചോദനമായി ഈ ചർച്ചകളെ മാറ്റേണ്ടിയിരിക്കുന്നു. മലയാളത്തിലെ വിശപ്പിനെ ആസ്പദമാക്കി നിരവധിയായ കഥകളും കവിതകളും ഉണ്ടായിട്ടുണ്ട്. പടച്ചോന്റെ ചോറ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ വായനയുടെ ഒരു വിശാലമാവുമ്പോൾ നിങ്ങൾ വായിക്കു പോകുന്ന ഒരു കഥയാണ് പടച്ചോന്റെ ചോറ്. അത് PC കുട്ടികൃഷ്ണൻ ഉറൂബിന്റെ കഥയാണ്. അതിന്റെ കഥ ഇതാണ്, വളരെ സിമ്പിളാണ്. ഒരു മൗലവിന്റെ അടുത്ത് താമസിക്കാൻ വരുന്ന ഒരാളാണ്. അയാൾ ഒരു പണിയും എടുക്കില്ല, വെറുതെ ഇരിപ്പാണ് പരിപാടി, അല്ലേ? ഇപ്പോ നമ്മൾ തമാശയായിട്ട് പറയില്ലേ, അവൻ പണിക്കൊക്കെ പോവാറുണ്ടോ? ഇല്ല, അവൻ പണിക്കൊന്നും പോവാറില്ല. എന്താണ്? അവന് നമ്മളെ മീനിന്റെ മറ്റേ ഭാഗം കഴിക്കാറില്ലല്ലോ, പൊരിച്ച മീനിന്റെ മറ്റേ ഭാഗം കഴിക്കാറില്ലല്ലോ. എന്താണ്? അത് മറിച്ചിടണല്ലോ, അത്രയും വലിയ മടിയാണ് എന്ന് പറയും. 5 മടിയനാണ് ഈ മൗലവിയുടെ കൂടെ ഉള്ളത്. മൗലവി ഇടക്കിടക്ക് പറയും, എടാ നീ പണിക്ക് പോടാ, എന്തെങ്കിലും പണിക്ക് പോ, എങ്ങനെങ്കിലും ജീവിക്കും. നീ എങ്ങനെ ജീവിക്കും? നീ എങ്ങനെ വിശപ്പടക്കും എന്ന് ചോദിക്കുമ്പോ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് പടച്ചോൻ തരുന്നതാണ്. അത് വലിയ ആശയമായി പറയാവുന്നതാണ്, പക്ഷെ സാധാരണ ഒരു മനുഷ്യന് പറയാവുന്ന ഒരു കാര്യമല്ല അത്. എനിക്ക് പടച്ചോൻ തരും. അപ്പൊ ഒരു ദിവസം മുറിക്കകത്ത് ഇയാളെ പൂട്ടിയിട്ടിട്ട് ഇടക്കിടക്ക് മൗലവി ഒന്ന് ചോദിക്കും, എടാ നിനക്ക് പടച്ചോൻ ചോറ് കൊണ്ടോന്നോ? ഇല്ല മൗലവി, വിശന്നിട്ട് വയ്യ. അല്ല, എന്റെ പടച്ചോൻ വന്നില്ലേ? ഇല്ല മൗലവി. കളിയാക്കാതെ ഒരു ഉച്ചയാകുമ്പോ പിന്നെ അയാൾക്ക് അറിയാൻ തുടങ്ങി, എനിക്ക് വിശന്നിട്ട് വയ്യ. എന്റെ പടച്ചോൻ എന്താ ബിരിയാണിയാണോ കൊണ്ടുവന്നത്, ഇതാണോ കൊണ്ടുവന്നത്, കോഴിയാണോ കൊണ്ടുവന്നത്, അതോ സാമ്പാറാണോ കൊണ്ടുവന്നതൊക്കെ ചോദിക്കും. അപ്പോഴൊക്കെ ഇവൻ കരയാ. ആ വൈകുന്നേരം വിശപ്പിന്റെ കാഠിന്യത്തിനൊടുവിൽ മൗലവി അയാൾക്കൊരു ബിരിയാണി തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നത്. ഇത് കഴിക്കുമ്പം ഈ മൗലവി ചോദിക്കുന്നുണ്ട്, പടച്ചോൻ ചോറ് കൊണ്ടുവരുമോ? ഇല്ല. പടച്ചോൻ ചോറ് കൊണ്ടുവരുമോ? ഇല്ല. പിന്നെ എങ്ങനെ ചോറുണ്ടാവും? പണിക്ക് പോകണം എന്ന് പറഞ്ഞാണ് ആ കഥ അവസാനിക്കുന്നത്. ഈ ദുനിയാവില് ഇക്കൈകൊണ്ട് പണിയെടുത്താൽ എല്ലാം ഉണ്ടാവും, ചോറും ഉണ്ടാകുന്നതാണ്. ഈ കഥ സത്യത്തിൽ ഒരു മതവിരുദ്ധ കഥയാണെന്നാണ് പലരും ആക്ഷേപിച്ചിരിക്കുന്നത്.
അതൊരു മതത്തിനെതിരല്ലേ, അത് പടച്ചോനെതിരല്ലേ എന്ന് പലരും പറയും. ഞാൻ പറയുന്നു, നിങ്ങൾ നന്നായി വായിക്കുകയാണെങ്കിൽ അത് പടച്ചോനെതിരേ അല്ല. പടച്ചോൻ യഥാർത്ഥത്തിൽ നമ്മുടെ നബിചര്യക്കകത്ത്, ഇസ്ലാമിക വിശ്വാസത്തിനകത്ത്, നമ്മുടെ ബോധ്യത്തിനകത്ത് ഉറൂബ് യഥാർത്ഥത്തിൽ ആ സത്യം കണ്ടെത്തുകയായിരുന്നു. വിശപ്പടക്കാൻ മനുഷ്യൻ ഈ ഭൂമിയിൽ പണിയെടുക്കണം എന്നാണ് ആ കഥ പറയുന്നത്. പാവങ്ങൾ എന്ന് കഥ, ലാമിറ ബലെ, അതിന്റെ ഉച്ചാരണം ഒരുപക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ഫ്രഞ്ചൊക്കെ പഠിച്ചാൽ മാറ്റി ഉച്ചരിക്കുമായിരിക്കും. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് മലയാളത്തിൽ വന്നിട്ടുള്ള വലിയ ബൃഹത് ഗ്രന്ഥം, അത് മുഴുവൻ വിശപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. റീൻ വാൽ റീൻ എന്നും ഒരുപക്ഷെ നിങ്ങൾ ജീൻ വാൽ ജീൻ എങ്ങനെ വേണേ ഉച്ചരിക്കാം. കുറച്ചുകൂടി ഴായാണ് റീൻ വാൽ റീൻ. ഒരു ഭക്ഷണം കട്ടെടുക്കുന്നിടത്തു നിന്നാണ് ആ കഥ തുടങ്ങുന്നത്. കാരൂർ നീലകണ്ഠപിള്ളയുടെ ഒരു കഥയുണ്ട്, അത് നിങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ജസ്റ്റ് ചെറിയൊരു കഥയാണ്. അതിനകത്ത് സ്കൂളിലെ അധ്യാപകൻ വിശന്നിട്ട് കുഞ്ഞിന്റെ ഭക്ഷണം കട്ടെടുക്കുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ദാരിദ്ര്യം കുഞ്ഞിനായിരുന്നില്ല, അധ്യാപകനായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിരവധിയായ എഴുത്തുകാരെ എല്ലാ കാലത്തും സംസാരിപ്പിക്കാനും എഴുതാനും വിശപ്പ് എന്ന ആശയം കാരണമായിട്ടുണ്ട് എന്നാണ് രണ്ടാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ വായിക്കുമ്പോൾ തീർച്ചയായും വിശപ്പിന്റെ വേദന നിങ്ങൾ അനുഭവിക്കും. കാരണം എല്ലാ എഴുത്തുകാരെയും വിശപ്പ് ഒരു പ്രഹേളികയായി, അവർ വിശന്നത് കൊണ്ടല്ല, മറിച്ച് മറ്റു മനുഷ്യരുടെ വിശപ്പ് അതിനകത്തുണ്ടായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശബ്ദങ്ങൾ, ജന്മദിനം, ഈ കഥകളിലെല്ലാം വിശപ്പ് ഒരു അണ്ടർലൈൻ ഫീച്ചറായി കടന്നു പോകുന്നത് കാണാവുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ വാർത്ത ഇതാണ്: ഡോക്ടർ എം ലീലാവതി എന്ന് പറയുന്ന എഴുത്തുകാരി, നിരൂപക, ഡോക്ടർ എം ലീലാവതി. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടേണ്ടതാണ്. ഡോക്ടർ എം ലീലാവതി മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായ മുഴക്കമുള്ള നിരൂപകയാണ്, എഴുത്തുകാരിയാണ്. 86 വയസ്സായി. ചെവി കേൾക്കാൻ വയ്യ, ചുളിഞ്ഞുപോയി അല്ലേ, വാർദ്ധക്യത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട്. പക്ഷേ ബുദ്ധി ഇപ്പോഴും കൂർമ്മമായിരിക്കുന്നു. വായന ലെൻസ് വെച്ച് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നു. അറിവ്, ബോധ്യങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇപ്പോഴും തിളക്കമാർന്നിരിക്കുന്നു. വൃദ്ധത്വം എന്ന് പറയുന്നത് മനസ്സിനെ ഒട്ടും അവർക്ക് ബാധിച്ചിട്ടേയില്ല. അവരുടെ 86-ാം പിറന്നാൾ ദിവസം പത്രക്കാർ പോയി ചോദിച്ചു, ടീച്ചറെ ആഘോഷമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. ലീലാവതി ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ ആഘോഷമൊന്നും ഇല്ലേ, ഞങ്ങൾക്ക് പടമൊക്കെ എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, ഈ പിറന്നാളിന് ഞാൻ നിരാഹാരം ഇരിക്കുന്നു, ഞാൻ ഒന്നും കഴിക്കില്ല. ഈ പിറന്നാളിന് വിശിഷ്ട ഭോജ്യങ്ങളൊന്നും എൻ്റെ വീട്ടിൽ ഉണ്ടാവില്ല, ആഘോഷമേ ഉണ്ടാവില്ല. എന്താണ് കാര്യം? ഗസയിലെ കുഞ്ഞുങ്ങൾ ഉണ്ണാതിരിക്കുന്നതും മരിച്ചു വീഴുന്നതും കാണുന്ന എനിക്ക് എങ്ങനെ പിറന്നാൾ ആഘോഷിക്കാനാകും? ടീച്ചർ ഗസയിൽ പോയിട്ടില്ല. ഇപ്പോഴുള്ള കൺഫ്യൂഷൻസിനകത്തൊന്നും ടീച്ചർ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അതാണ് ഞാൻ പറയുന്നത്, മനസ്സിന്റെ തൊടൽ എന്ന് പറയുന്നത്. ഗസയിലെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുന്നുവെങ്കിൽ ഞാനും വിശന്നിരിക്കുന്നു. ഇത് കേരളത്തിൽ അവർക്കെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുകയാണ് എന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ ദയവായി മനസ്സിലാക്കണം. ഈ എം ലീലാവതിക്കെതിരെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ എന്താണ് ഗസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് മാത്രം പറയുന്നത്? നിങ്ങൾ എന്താ അപ്പുറത്തത് പറയാത്തത്? ഒക്ടോബർ 7 അവിടെ നടന്ന ആക്രമണത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയാത്തത്? നിങ്ങൾ രാഷ്ട്രീയം പറയല്ലേ, നിങ്ങളൊരു മതത്തിന് വേണ്ടി സംസാരിക്കുകയല്ലേ എന്ന് ലീലാവതിയോട് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ മതത്തിന് വേണ്ടിയാണോ സംസാരിച്ചത്? ആണോ? അല്ല. വിശപ്പിന് മതം ഉണ്ടോ? ഇല്ല. ലോകത്ത് ഇന്ന് സംസാരിക്കുമ്പോൾ ഏറ്റവും കടുത്ത വിശപ്പും ദാരിദ്ര്യവും അന്തസ്സില്ലായ്മയും ആട്ടിയോടിക്കലും വംശഹത്യയും അനുഭവിക്കുന്ന ജനത ഗസയിലാണ് എന്നതുകൊണ്ടാണ് ടീച്ചർ അവരുമായി ഐക്യദാർഢ്യം പുലർത്തുന്നത്. എന്താണ് ഗസയിൽ നടക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഒറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ പറ്റുമെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. മൈക്കോ പെല്ലഡ് എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ പരിചയപ്പെടണം. മൈക്കോ പെല്ലഡ്, അയാള് ഇസ്രായേൽ സൈന്യത്തിലെ അദ്ദേഹത്തിന്റെ അച്ഛൻ, ഈ മൈക്കോ പെല്ലഡിന്റെ അച്ഛൻ ഇസ്രായേൽ IDF-ന്റെ ഭാഗമായിരുന്നു, IDF-ലെ ജനറൽ ആയിരുന്നു. ഈ മൈക്കോ പെല്ലഡ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ദ ജനറൽസ് സൺ എന്നാണ്.
ഇസ്രായേൽ സൈന്യത്തിലെ ജനറലിന്റെ മകൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് തന്നെ. ആ പുസ്തകത്തിൽ ഇയാളൊരു ജൂതനുമാണ്. ആര്? നിങ്ങളതാ മതമില്ല എന്ന് ഞാൻ പറയണത് അതുകൊണ്ട്. മൈക്കോ പെലറ്റ് ഒരു ജൂയാണ്. ഇസ്രായേലിലെ മഹാഭൂരിപക്ഷം ആളുകളും ജ്യൂസാണ്, ജൂത സമൂഹമാണ്. ജൂത മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചതിന്റെ പേരാണ് സയണിസം എന്ന് പറയുന്നത്. സയണിസം. ഹിന്ദു മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചതിന്റെ പേരാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. ഇസ്ലാം മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന്റെ പേരാണ് ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്നത്, ഇസ്ലാമിസം എന്ന് പറയുന്നത്. നമ്മൾ ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഒരു മതത്തിന്റെ ആശയങ്ങളെ രാഷ്ട്രീയമായി ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ തികച്ചും വ്യത്യസ്തമായ വേറൊരു സാധനമാണ് ഉണ്ടാവുക. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് പഠിച്ചു പോകുമെന്ന് മനസ്സിലായിക്കോളും, പോട്ടെ. അതേ ജൂതന്മാരിൽ പെട്ട മൈക്കോ പെലറ്റ് പുസ്തകം എഴുതുന്നു, ദ ജനറൽസ് ആണ്. ഈ പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ മൈക്കോ പെലറ്റ്, ജനറലിന്റെ മകനായ മൈക്കോ പെലറ്റ് പറയുന്നു, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും സൈന്യമുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് സൈന്യമുണ്ട്, ഉണ്ട്. പാകിസ്ഥാന് സൈന്യമുണ്ട്, ഫ്രാൻസിന് സൈന്യമുണ്ട്, ബ്രിട്ടന് സൈന്യമുണ്ട്, സൗദി അറേബ്യക്ക് സൈന്യമുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും സെക്യൂരിറ്റി ഈസ് ഇമ്പോർട്ടന്റ്. സോ ദേ മെയിൻറ്റെയിൻ എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് മിലിറ്ററി ഫോഴ്സ്, അല്ലെ, ഉണ്ടാകുന്നു. അതിന് കര, നാവിക, വ്യോമ വിഭാഗങ്ങൾ ഉണ്ടാകുന്നു, പല റെജിമെന്റുകൾ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് മൈക്കോ പെലറ്റ് പറയുന്നു, എന്നാൽ ലോകത്തെല്ലാം സൈന്യമുണ്ടെങ്കിൽ ഭീകര സൈന്യമുള്ളത്, ടെററിസ്റ്റ് മിലിറ്ററി ഉള്ളത് ഇസ്രായേലിനാണ്. എന്താണ് ആ വാക്ക് ഉപയോഗിച്ചത്? ഞാൻ ഏതാ വാക്ക്? ടെററിസ്റ്റ് മിലിറ്ററി, ഭീകര സൈന്യം. എന്താ ഭീകരത എന്ന് പറഞ്ഞാൽ? എന്താണ് ഭീകരത എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഒരു ബന്ധവുമില്ലാത്ത ആളെ, ഒരു തരം നേരിട്ട് ശത്രുതയുമില്ലാത്ത ആളെ ബോംബ് കെട്ടിവെച്ച് ചാവേറായി മാറുന്നത് ഭീകരതയാണ്. ഇതിനകത്തേക്ക് ഒരു കാർപ്പറ്റ് ബോംബ് ഇടുന്നത് ഭീകരതയാണ്. എന്താ കാർപ്പറ്റ് ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് മാത്രം പരക്കുന്നതല്ല, ഒരു പ്രദേശത്തെ മുഴുവൻ തകർക്കുന്ന സാധനത്തിന്റെ പേരാണ് കാർപ്പറ്റ് ബോംബ്. കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിരിക്കുന്ന സാധനമാണല്ലോ, അല്ലെ? ഈ മൊത്തത്തിൽ തകർന്നു പോകുന്ന ബോംബിന്റെ പേരാണ് കാർപ്പറ്റ് ബോംബ്. മൈക്കോ പെലറ്റ് പറയുന്നു, ഈ സൈന്യം ഒരു ഭീകര സൈന്യമാണ്. ഇതൊരു സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സൈന്യമല്ല. ഇത് മറ്റ് രാജ്യങ്ങളെ പോലെ പ്രതിരോധിക്കുകയല്ല, ഡിഫെൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അഗ്രസീവാണ്, ആക്രമിക്കുകയാണ്, ടെററിസ്റ്റുകളാണ് അവരെന്ന് പറയുന്നു. അതിന് കാരണം അദ്ദേഹം പറയുന്നു, ഒരൊറ്റ ഉദാഹരണം മാത്രം കേൾക്കാം എന്ന് പറഞ്ഞിട്ട് മൈക്കോ പെലറ്റ് പറയുന്നു, ഗസയിൽ കാർപ്പറ്റ് ബോംബിംഗ് നടത്തുന്നത് 11:20 ആ സമയങ്ങൾ ശ്രദ്ധിക്കണം. ഗസയിൽ കാർപ്പറ്റ് ബോംബിംഗ് നടക്കുന്നത് പകൽ 11:20 കൂടുതലും. എന്താണ് കാര്യം? പകൽ 11:20 ഗസയിലെ സ്കൂളുകളിൽ ഷിഫ്റ്റ് മാറുന്നത്. നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, ഇവരൊക്കെ പഠിപ്പിക്കുന്നവരാണ്, സ്കൂൾ നടത്തുന്നവരാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവരാണ്. അവർക്കറിയാം ഷിഫ്റ്റ് എന്താണ്. എന്താണ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു വിഭാഗം കുഞ്ഞുങ്ങൾ ക്ലാസ് വിട്ട് പുറത്തേക്ക് ഇറങ്ങും, അടുത്ത വിഭാഗം കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ കയറാൻ വേണ്ടി വരുന്നുമുണ്ടാകും. ഈ രണ്ട് വിഭാഗം കുഞ്ഞുങ്ങളും തെരുവിലുണ്ടാകുന്ന സമയം നോക്കി ഗസയിൽ ബോംബിടുന്നുവെങ്കിൽ അത് സൈന്യമാണോ? അല്ല, മറിച്ച് എന്താണ്? അതൊരു ടെററിസ്റ്റ് മിലിറ്ററിയാണ്, അതൊരു ഭീകര സൈന്യമാണ്. കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു? അവർ ഹമാസ് ആണോ? ഇനി ഹമാസ് ആണേ കൊല്ലാവോ എന്നുള്ള മറ്റൊരു കാര്യം. അവർ ഹമാസ് അല്ല, അവർക്ക് രാഷ്ട്രീയമില്ല, അവർ ഈ പറഞ്ഞ തർക്കത്തിലൊന്നും അവരില്ല. അവർ ജനിച്ചതിന് ശേഷം, ജനിക്കുന്നതിനും എത്രയോ മുമ്പുണ്ടായ തർക്കങ്ങളാണ്, കരാറുകളാണ്, ഭൂമിക്കൊള്ളകളാണ്, രാഷ്ട്ര നിർമ്മാണങ്ങളാണ്. അവർക്കൊരു ബന്ധവുമില്ല, അവർ നിഷ്കളങ്കരാണ്. അവർ തെരുവിൽ എല്ലാവരും ഉള്ളപ്പോൾ കാർപ്പറ്റ് ബോംബിംഗ് നടത്തി കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൊല്ലാൻ, സ്കൂളുകൾ തകർക്കാതെ കൊല്ലാൻ. സ്കൂളുകൾ തകർത്തു എന്ന പേര് ദോഷം വേണ്ട, തെരുവിൽ ബോംബിടുന്നു. അവിടെ ഒരു ടെററിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തെരുവിൽ ബോംബിടുന്നു, ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലുന്നു. എന്നിട്ട് മൈക്കോ പെലറ്റ് ചോദിക്കുന്നു,
ഇതിന് ഞങ്ങൾ എങ്ങനെയാണ് സൈന്യം എന്ന് വിളിക്കുക? ഇതൊരു ടെററിസ്റ്റ് മിലിറ്ററി അല്ലേ എന്ന് ചോദിക്കും. ഈ ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ ഫലസ്തീന്റെ ചരിത്രം കൂടി നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. എന്തിനാണ് ഫലസ്തീനിലെ മനുഷ്യർ ഇങ്ങനെ അനുഭവിക്കുന്നത്? അവിടെ ഇപ്പോൾ സ്റ്റാവേഷൻ, ഞങ്ങൾ എന്നും ഈ വാർത്തകൾ കൊടുക്കുമ്പോൾ സത്യത്തിൽ നമുക്കൊരു നെഞ്ചിലൊരു പൊള്ളലാണ്. കാരണം എല്ലാ രാത്രിയും നമ്മൾ 40 പേർ മരിച്ചു, 60 പേർ മരിച്ചു, 45 പേർ മരിച്ചു, ഇന്ന് ഇത്ര സമയത്തിനകം ഇത്ര ആളുകൾ മരിച്ചു, അതിൽ 18 പേർ കുഞ്ഞുങ്ങളാണ് എന്ന് ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മരണക്കണക്ക് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സ് തന്നെ മരവിച്ചു പോവുകയാണ്. ഓരോ രാത്രിയിലും നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഈ മരിച്ച കുഞ്ഞുങ്ങളുടെ മുഖമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഗസ്സയിലെ കുഞ്ഞുങ്ങളും ഗസ്സയിലെ മനുഷ്യരും ഫലസ്തീനികളും എന്തിനാണ് ഇത് അനുഭവിക്കുന്നത്? അവർ എന്ത് പിഴച്ചു? അവരുടെ പ്രശ്നം എന്താണ്? ഇപ്പൊ ഏറ്റവും പുതുതായി നിങ്ങൾ കാണുന്നത് അവിടെ ബോംബിട്ട് കൊല്ലുകയല്ല, പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. എങ്ങനെയാണ് സാറേ ഈ പട്ടിണിക്കിട്ട് കൊല്ലുക? അവർക്ക് അവിടെ കൃഷി ചെയ്താൽ പോരെ? കൃഷി ചെയ്യാൻ ഇടമില്ല, എല്ലായിടത്തും ബാരിക്കേഡുകളാണ്. നിങ്ങളൊന്ന് സങ്കല്പിക്കണം. നമുക്കിപ്പോ പൂനൂരിലേക്ക് ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി പൂനൂർ എത്തിക്കഴിഞ്ഞാൽ ആരും നമ്മെ തടയുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു ഗസയിലെ ഒരു മനുഷ്യൻ വെള്ളം എടുക്കാനോ ഭക്ഷണം വാങ്ങാനോ ഒരു ഇച്ചിരി യാർഡ്സ് നടന്നു കഴിഞ്ഞാൽ അവിടെ ചെക്ക് പോസ്റ്റാണ്, അങ്ങോട്ട് പോകാനൊക്കില്ല. റഫ അതിർത്തിയിൽ വഴിയാണ്, അവിടെ ഈജിപ്തുമായി ചേർന്ന അതിർത്തിയിലാണ് ഈ സഹായ ട്രക്കുകൾ, ഇവരെ സഹായിക്കാനുള്ള ഇവർക്കുള്ള ഭക്ഷണമുള്ള ട്രക്കുകൾ വന്ന് നിൽക്കുന്നത്. അവിടെ വലിയ ബാരിക്കേഡ് കെട്ടി ആ ട്രക്കുകൾ തടഞ്ഞു വെക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്ന് അയച്ച ഭക്ഷണവും പാലും എല്ലാം അവിടെ കിടന്ന് കെട്ടുപോകുന്നു. കാരണം തിരിച്ച് ഇതിനകത്തേക്ക് അയക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ആക്ടിവിസം നിങ്ങൾ കണ്ടു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ പല നാടുകളിൽ നിന്നുള്ള ആളുകൾ കടലിൽ ഒരു കുപ്പിക്കകത്ത് ഇച്ചിരി ധാന്യവും പാലും ഒക്കെ വെച്ചിട്ട് അടച്ചിട്ട് കടലിൽ ഒഴുക്കുകയാണ്. ഒഴുക്കി എന്നെങ്കിലും ഒന്ന് ഇത് ഒഴുകി ഗസ്സാ തീരത്ത് അണയുമെന്നവർ കരുതുന്നു. ചിലരൊക്കെ അങ്ങനെ എടുത്തതിന്റെ ചിത്രങ്ങളും വന്നു. വളരെ ടച്ചിങ് ആണത്. വിശപ്പിനോട് മനുഷ്യർ ഐക്യപ്പെടുകയാണ്. ഈ ദുരിതാശ്വാസ ട്രക്കുകളെ കടത്തിവിട്ട് നിങ്ങൾ വേണമെങ്കിൽ ബോംബിട്ടോ, വേണമെങ്കിൽ ബോംബിടൂ, നിങ്ങൾ ഭീകര സൈന്യമല്ലേ. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ അവസാനം വയറ് നിറയെ ഭക്ഷിച്ചു മരിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ പോലും ഇവർക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ റഫ അതിർത്തിയുടെ ചിത്രം നിങ്ങൾ ഇപ്പോഴും ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാം. ആയിരക്കണക്കിന് ട്രക്കുകൾ കാത്തുകെട്ടി കിടക്കുകയാണ്. ഇവിടെ കുഞ്ഞുങ്ങൾ വിശന്ന് മരിക്കുകയാണ്. ബംഗാൾ ഫാമിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബംഗാൾ ഫാമിൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്. പെട്ടെന്ന് ഞാൻ ഗസ് ചെയ്യുന്ന ഇന്ത്യയിലേക്ക് തന്നെ വരികയാണ്, ഓർത്തുകൊണ്ട് പറയാണ്, നമ്മൾ നോട്ടിലുള്ളതുമാണ്. ബംഗാൾ ഫാമിൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കടുത്ത ഒരു പട്ടിണി മരണം, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു പോയതാണ്. അത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. 1942 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ്. അന്ന് എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയോ നിങ്ങൾ? ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തുന്നതിന് തടസ്സമുണ്ടാകുമെന്ന് വരുന്നു. അപ്പോൾ നിലവിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവൻ പണമുള്ളവർ വാങ്ങിക്കൂട്ടുന്നു, വില കുതിച്ചുയരുന്നു, വലിയ ക്ഷാമം ഉണ്ടാകുന്നു. ഓരോ വലിയ സമ്പന്നരുടെ വീട്ടിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കെട്ടിക്കിടക്കുമ്പോഴാണ് അതിന് മുന്നിൽ മനുഷ്യർ മരിച്ചു വീണത്. അതേ അവസ്ഥയാണ് ഇന്ന് ഗസയിലുള്ളത്. എന്താണ്? തടഞ്ഞു വെക്കപ്പെട്ട ട്രക്കുകൾക്ക് കടന്നു വരാൻ പറ്റാത്തത് കൊണ്ട് അകത്തിരിക്കുന്ന ഈ വളയപ്പെട്ട ലോകത്തിരിക്കുന്ന മനുഷ്യർ, കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു വീഴുന്നു. ഇന്ന് 2 വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന്, ബോംബിംഗ് വഴി, കരയാക്രമണം വഴിയൊക്കെ മരിച്ചു വീണുന്നവർ. 2, പട്ടിണി കിടന്ന് മരിക്കുന്നവർ. നിങ്ങളുടെ വിഷയം ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ആ വിഷയം ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് എവിടേക്ക് സഞ്ചരിക്കുകയാണ്? ഗസയിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്താണ് ഗസയിലെ പ്രശ്നം? വേഗത്തിൽ അതൊന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന രാജ്യം, ഇവിടെ പല പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഫലസ്തീൻ എന്നൊരു രാജ്യം ഇല്ലായിരുന്നു. അവിടെ എന്താണ് എല്ലാവരും ഒരുമിച്ച് കഴിയായിരുന്നു. ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ടൊരു മണ്ണില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ കുറച്ച് പിന്നോട്ട് പോയാൽ മതി. 1917 മാത്രം എടുക്കൂ. 1917 ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആർതർ ബാൽഫർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പ്രതിനിധി, ഒരു ഔദ്യോഗിക ഒഫീഷ്യൽ ഒരു പ്രഖ്യാപനം നടത്തുന്നു. ആ പ്രഖ്യാപനം ഇതാണ്: ജൂതന്മാർക്ക്, ലോകത്താകെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ജൂതന്മാർക്ക് ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി
മാൻഡേറ്റ് ഓഫ് ഫലസ്തീനിൽ സ്ഥലം കൊടുക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ എങ്ങനെയാ തീരുമാനിക്കുക? നോക്കി, ഇന്റെ സ്ഥലം എനിക്ക് ആകെ 7 സെന്റ് ഉള്ളൂ കേട്ടോ. ആ 7 സെന്റില് ഉസ്താദ് തീരുമാനിക്കുകയാണ് ഇന്റെ 7 സെന്റിന്റെ 3.5 സെന്റ് ഇപ്പൊ ആ കമ്പ്യൂട്ടർ റെഡി പിന്നെ ലൈവ് കൊടുത്തോണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഏത് എന്നോട് ചോദിച്ചിട്ടില്ല. എന്റെ 7 സെന്റിന്ന് 3.5 സെന്റ് മൂപ്പർക്ക് കൊടുക്കാൻ തീരുമാനിച്ച് എന്നോട് ചോദിച്ചിട്ടില്ല. ആരാ തീരുമാനിച്ചത്? ഈ ഇരിക്കുന്ന ബ്രിട്ടൻ എന്ന് പറഞ്ഞ ഉസ്താദാണ് തീരുമാനിച്ചത്. ബ്രിട്ടൻ എന്തുണ്ട്? ബ്രിട്ടന്റെ അധീനതയിലാണ് ഈ പ്രദേശം. കോളനി എന്ന് പറയും അല്ലേ? ബ്രിട്ടൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു പ്രദേശം, അവരുടേതല്ല. അറബികൾ തിങ്ങി താമസിക്കുന്ന പ്രദേശം. അവിടെ ജൂയിഷ് പീപ്പിളും അറബികളും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അവർ ഒരുമിച്ച് ജീവിച്ചു പോകുന്നു. അവിടേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാരെ കയറ്റി അയക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാ സാറേ ജൂതന്മാരെ അങ്ങോട്ട് കൊണ്ടുവന്നത്? യെസ്, ചോദ്യം ശരിയായ ചോദ്യമാണ്. യൂറോപ്പിൽ അക്കാലത്ത് ജൂയിഷ് പീപ്പിളിനെതിരെ വലിയ ആക്രമണം നടക്കുന്നുണ്ടായിരുന്നു, അത് സത്യമാണ്. നാസി ജർമ്മനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹോളോകോസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓഷ്വിറ്റ്സ് ക്യാമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെയൊക്കെ ജൂയിഷ് പീപ്പിളിനെ കൊല്ലുക തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അത് സത്യമാണ്. ജൂതന്മാരോട് ഹിറ്റ്ലർക്ക് കടുത്ത ശത്രുത ഉണ്ടായിരുന്നു. ജൂതന്മാരെ കണ്ടാൽ കൊല്ലണം എന്നായിരുന്നു. നിങ്ങൾ ഷേക്സ്പിയറിന്റെ ഡ്രാമയ്ക്കകത്ത് ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു ജൂതനെ കാണാം. ഷേക്സ്പിയർ എന്തുകൊണ്ടാണ് ഷൈലോക്കിനെ ക്രൂരനും പലിശക്ക് കൊടുക്കുന്നതിനുമായി അവതരിപ്പിച്ചത്? അക്കാലത്ത് യൂറോപ്പിൽ ജൂതന്മാരുടെ പേര് അങ്ങനെ ആയിരുന്നു. എല്ലാ കള്ളന്മാരും കൊള്ളക്കാരും ആക്കി ജൂതന്മാരെ ചിത്രീകരിക്കുന്ന ഒരു കാലമായിരുന്നു. ഇതൊരു ജൂയിഷ് പ്രോബ്ലമായി മാറി. അവർക്ക് യൂറോപ്പിൽ നിൽക്കാൻ പറ്റാതെയായി. അപ്പൊ യൂറോപ്പിലെ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ആലോചിച്ചു ഇവരെ എവിടെയെങ്കിലും ഒന്ന് കുടിയിരുത്തണം. ആദ്യം അവർ തീരുമാനിക്കുന്നത് ആഫ്രിക്കയിലെ കെനിയ, ഉഗാണ്ട ഒക്കെ ഉള്ള ഭാഗത്താണ് അവർ തീരുമാനിച്ചത്. അവര് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട. അപ്പൊ പിന്നെ അവർ തീരുമാനിച്ചു ബൈബിളിലൊക്കെ പേരുള്ള, തോറയിലൊക്കെ പേരുള്ള ഈ പറഞ്ഞ ഫലസ്തീൻ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. ഒരു ഡിക്ലറേഷൻ പ്രഖ്യാപിക്കുന്നു. ആ ഡിക്ലറേഷന്റെ ഭാഗമായി 1917 ശേഷം ലോകത്തുടനീളമുള്ള ജൂയിഷ് പീപ്പിൾ ഈ മേഖലയിലേക്ക് കടന്നു കയറാൻ തുടങ്ങുന്നു. ബ്രിട്ടൻ പറഞ്ഞത് നിങ്ങൾ നിരായുധരായി പോകണമെന്നാണ്, അവിടുത്തെ മനുഷ്യരുമായി ചേരണമെന്നാണ്, അവരോട് ഇഴുകി ചേരണമെന്നാണ് ബാൽഫോർ ഡിക്ലറേഷനിൽ പറയുന്നത്. നിങ്ങൾ ബാൽഫോർ ഡിക്ലറേഷൻ എടുത്ത് വായിക്കണം. അതിന്റെ 3rd സെന്റൻസ് ഇതാണ്: ഒരു കാരണവശാലും ഇപ്പോഴുള്ള മാൻഡേറ്റ് ഓഫ് ഫലസ്തീനിന്റെ നിലവിലെ സ്റ്റേറ്റസിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ സംഭവിച്ചത് അതല്ല. ബാൽഫോർ ഡിക്ലറേഷന് ശേഷം ആയിരക്കണക്കിന് ജൂയിഷ് പീപ്പിൾ പല ഭാഗങ്ങളിൽ നിന്നായി കുടിയേറ്റം തുടങ്ങും. കുടിയേറ്റം എന്ന വാക്ക്, മൈഗ്രേഷൻ എന്ന വാക്ക് ഞാൻ പറഞ്ഞാൽ ആ വാക്ക് തെറ്റാണ്. ഇവരുടെ കാര്യത്തിൽ മിലിറ്റന്റ് മൈഗ്രേഷൻ എന്ന് പറയണം. കുഞ്ഞുങ്ങൾ മനസ്സിലാവുമെന്ന് കരുതുന്നു, വലിയ കുട്ടിക്ക് എന്തായാലും മനസ്സിലാവും. മിലിറ്റന്റ് മൈഗ്രേഷൻ വ്യത്യാസമുണ്ട്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണം പ്ലീസ്, ഞങ്ങൾക്ക് വഴിയില്ല, ഞങ്ങൾക്ക് ഒരു ഇടം തരൂ എന്ന് ചോദിക്കുന്നതാണ് മൈഗ്രേഷൻ. മിലിറ്റന്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആക്രമിച്ച് കയറുകയാണ്. ജൂയിഷ് പീപ്പിൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ക്യാമ്പുകൾ വെച്ചു. ഈ ക്യാമ്പുകളിലേക്ക് റിക്രൂട്ട് ചെയ്തു. അതിൽ നിന്ന് കാലിന് ബുദ്ധിമുട്ടുള്ളവർ, കണ്ണിന് ബുദ്ധിമുട്ടുള്ളവർ, നടുവളഞ്ഞവർ, ഇവരെയൊക്കെ മാറ്റി. വൃദ്ധരെ മാറ്റി, സ്ത്രീകളെ മാറ്റി, നല്ല കരുത്തുള്ള യുവാക്കളെ മാത്രം തിരഞ്ഞെടുത്തു. അവർക്ക് ആയുധ പരിശീലനം നൽകി. നിങ്ങൾ നല്ല മനസ്സിലാക്കണം, ആയുധ പരിശീലനം നൽകി. ഇങ്ങനെ സായുധരായി ട്രെയിൻഡായ ആളുകളെ ഈ പ്രദേശത്തേക്ക് പറഞ്ഞയച്ചു. തുടക്കത്തിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏറ്റുമുട്ടലുകൾ ഉണ്ടായപ്പോൾ ഇവരെന്ത് ചെയ്തു എന്നാൽ പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച പണം കൊണ്ടുവന്ന് കുറച്ച് സ്ഥലം വാങ്ങി. അതാ വില കൊടുത്തു വാങ്ങി എന്നുള്ള കളവ് വളരെ ശ്രദ്ധിക്കണം. ഞങ്ങൾ വില കൊടുത്തു വാങ്ങിയാണെന്നുള്ളത് രവിചന്ദ്രനൊക്കെ പറയുന്നത് കേൾക്കാം. വില കൊടുത്തു വാങ്ങിയതാണ്, തെറ്റ്. കുറച്ച് സ്ഥലം വാങ്ങി. 1 ഏക്കർ വാങ്ങിക്കഴിഞ്ഞാൽ ഇവർ 50 ഏക്കർ വളച്ചു കിട്ടും. 50 ഏക്കർ വളച്ചെട്ടി കഴിഞ്ഞാൽ ആധുനിക ആയുധങ്ങൾ വിദേശത്ത് നിന്ന് വരും, കപ്പലിൽ വരും. ഈ ആയുധങ്ങൾ വെച്ച് അവിടെയുള്ള തദ്ദേശീയരായ മനുഷ്യരെ ഇങ്ങോട്ട് കയറാൻ സമ്മതിക്കില്ല. ഇവരുടെ ആടുകൾ പോയി, ഒട്ടകം പോയി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും. 1917 മുതൽ 48 വരെ ഇസ്രായേൽ ഉണ്ടാകുന്നതിന് മുമ്പത്തെ ചരിത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പലരും ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ 1948 ഇസ്രായേൽ ഉണ്ടായതിനു ശേഷമുള്ള ചരിത്രമാണ്. അത് നമ്മുടെ മുന്നിലുണ്ട്.
എന്നാൽ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് 1917 ബാൽഫർ ഡിക്ലറേഷൻ ഉണ്ടായതിനു ശേഷം 48 വരെ ഉണ്ടായ അതിക്രമങ്ങളാണ്. അന്ന് 2 ഭീകര സംഘടനകൾ ഉണ്ടായി. അതെപ്പോഴാണ്ടായത്? 1920 ആവുമ്പോഴേക്കും ബ്രിട്ടന് മനസ്സിലായി പണി പാളിയിരിക്കുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ സിമ്പിളായി സ്വാഭാവികമായി കുടിയേറ്റം അല്ല നടക്കുന്നത്, മിലിറ്റന്റ് മൈഗ്രേഷൻ ആണെന്ന് മനസ്സിലായി. അന്ന് ബ്രിട്ടൻ ഒരു വൈറ്റ് പേപ്പർ ഇറക്കി. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ എടുത്തു നോക്കിയാൽ മതി, ചർച്ചിൽ പേപ്പർ, വൈറ്റ് പേപ്പർ എന്നൊക്കെ കാണാം. ഒരു ധവള പത്രം ഇറക്കി, ഒരു രണ്ടാമത് ഡിക്ലറേഷൻ ഇറക്കി. അതിൽ പറഞ്ഞു, നിങ്ങൾ വർഷത്തിൽ 5000 പേർ മാത്രമേ പോകാവൂ. അനുസരിച്ചില്ല. ഇത് ലംഘിക്കാൻ വേണ്ടി 2 ഭീകര സംഘടനകൾ ഉണ്ടാക്കി. അതിന്റെ പേരാണ് ഇർഗുൻ, മറ്റൊന്നിന്റെ പേര് ഹഗാന. ഇത് രണ്ടും ഹീബ്രു ഭാഷയിലാണ്. ഇർഗുൻ, ഹഗാന എന്ന 2 ഭീകര സംഘടനകൾ ഉണ്ടാക്കി. ലോകത്ത് നിങ്ങൾ ഭീകര സംഘടനകളുടെ പേരെണ്ണുമ്പോൾ ലഷ്കർ-എ തൊയ്യബ, പേര് കേട്ട അത്ഭുതമാണ് അല്ലേ, ഭയങ്കര പേരൊക്കെയാണ് അല്ലേ, എന്താണ് അൽ ഖായിദ എന്നൊക്കെ പേര് കാണുക. എന്നാൽ ഹീബ്രു ഭാഷയിലുള്ള ഈ 2 പേരുകൾ നമ്മൾ ആരും ഉച്ചരിക്കാറില്ല. ലോകത്തെ ഈ പറഞ്ഞ സംഘടനകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായ ഭീകര സംഘടനയാണ് ഇർഗുൻ, ഹഗാന. ഈ 2 സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ബ്രിട്ടന് നേരെ, ഇവർക്ക് ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞ ബ്രിട്ടന് നേരെ ആക്രമണം ഉണ്ടായി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ ഇവർ ബോംബ് വെച്ച് കൊന്നു, ചാവേറുകളായി ഹോട്ടലുകൾ ആക്രമിച്ചു, അന്നത്തെ കരിവണ്ടികളായ ട്രെയിനുകൾ ആക്രമിച്ചു, കപ്പലുകൾ ആക്രമിച്ചു, ഭീകരമായ ആക്രമണം നടത്തി. അങ്ങനെ ഈ പറഞ്ഞ വൈറ്റ് പേപ്പർ അവർ അംഗീകരിച്ചില്ല. ആയിരക്കണക്കിന് ആളുകൾ മിലിറ്റന്റായി ആക്രമോത്സുകമായി ഈ ഹഗാനയുടെയും ഇർഗുലിന്റെയും ആയുധ ശക്തിയോട് കൂടി കുടിയേറി. ഇനി നിങ്ങൾ പറയൂ, 1948 ഇസ്രായേൽ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായാണോ, നാച്ചുറലി ഉണ്ടായതാണോ, ഒരു ദേശരാഷ്ട്രം ഉണ്ടാകുന്നത് പോലെ ഉണ്ടായതാണോ, ഒരു പൂ വിരിയുന്നത് പോലെ ഒരു ജനത ഒരു സ്ഥലത്ത് അങ്ങ് രൂപപ്പെട്ടതാണോ? അല്ല. ഇന്നത്തെക്കാൾ വലിയ ആക്രമണത്തിലൂടെ മനുഷ്യരെ കൊന്നുകൊണ്ടും ബോംബ് വെച്ചുകൊണ്ടും ഭീകരാക്രമണം നടത്തിക്കൊണ്ടുമാണ് ഇവർ കടന്നു വന്നിട്ടുള്ളത്. ഒറ്റ വരി കൂടി ഞാൻ പറയാം. 1948 ഇസ്രായേൽ ഉണ്ടായപ്പോൾ ഈ ഇർഗുൻ, ഹഗാന എന്ന് പറയുന്ന 2 സംഘടനയിലെയും സായുധ ഭീകരവാദികളെ നേരെ ഇസ്രായേൽ സൈന്യത്തിലെടുത്തു. ഇതോടെ മൈക്കോ പെലഡ് പറഞ്ഞത് അന്ന് തന്നെ പുലർന്നു. ഏതാണ്? ഇസ്രായേലിന്റെ പ്രതിരോധ സൈന്യത്തിന്റെ ഭാഗമായി ആര് മാറി? ഇസ്രായേൽ ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായ ഭീകര സംഘടന മാറി. പിന്നീട് 1948 ശേഷം ഇസ്രായേൽ വന്ന രാജ്യം UN വരച്ചു കൊടുത്ത അതിർത്തിക്കകത്ത് നിന്നതേയില്ല, ഒരിക്കലും നിന്നില്ല. 1967 6 ദിന യുദ്ധത്തിന്റെ ഭാഗമായി അറബ് പ്രദേശങ്ങൾ കൂടുതൽ കീഴടക്കി. അതാണ് നിങ്ങൾ പറയുന്ന കിഴക്കൻ ജെറൂസലേം. ഏതാ കിഴക്കൻ ജെറൂസലേം? അൽ അഖ്സ പള്ളി നിൽക്കുന്ന പ്രദേശം പിടിച്ചടക്കി. ഇന്ന് കാണുന്ന ഗസ്സ പിടിച്ചടക്കി. ഈജിപ്തിൽ നിന്ന് സിനായി മേഖല പിടിച്ചടക്കി. സിറിയയിൽ നിന്ന് ജൂലാൻ കുന്ന് പിടിച്ചടക്കി. വെസ്റ്റ് ബാങ്കിന്റെ നല്ലൊരു ഭാഗം പിടിച്ചടക്കി. UN വരച്ച അതിർത്തിയിൽ ഒരിക്കലും ഇസ്രായേൽ നിന്നിട്ടില്ല. അപ്പോൾ ഹമാസ് ആണോ ഫലസ്തീനാണോ പ്രശ്നക്കാർ? അല്ല. പ്രശ്നം എവിടെയാണ്? UN ഉണ്ടാക്കിക്കൊടുത്ത രാജ്യം തന്നെ തെറ്റാണ്. കാരണം എന്താ? അവിടെ മുഴുവൻ അറബികൾക്ക് അവകാശപ്പെട്ടതാണ്. എങ്ങനെയാണോ ബ്രിട്ടൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അവകാശപ്പെട്ടത്, എങ്ങനെയാണോ ഫ്രാൻസ് ഫ്രഞ്ച് സംസാരിക്കുന്നവർക്ക് അവകാശപ്പെട്ടത്, അതുപോലെ അറബ് സംസാരിക്കുന്നവർക്ക് അവകാശപ്പെട്ട പ്രദേശത്ത് എൻ്റെ 7.5 സെന്റിൽ 3.5 സെന്റ് അദ്ദേഹത്തിന് കൊടുത്തതുപോലെ ഒരു രാജ്യം ഉണ്ടാക്കിയതേ തെറ്റ്. 2, ആ അതിർത്തിക്കകത്ത രാജ്യം നിന്നില്ല. ഞാൻ ഈ പറഞ്ഞ പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കി. ഓസ്ലോ കരാറിന്റെ ഭാഗമായി ഗസ്സ മാത്രം തിരിച്ചു നൽകി. ഇന്നും കിഴക്കൻ ജെറൂസലേം അൽ അഖ്സ ഉൾപ്പെടുന്ന പ്രദേശം ഇസ്രായേലിന്റെ കയ്യിലാണ്. ഇന്നും വെസ്റ്റ് ബാങ്കിന്റെ നല്ലൊരു ഭാഗം, പടിഞ്ഞാറൻ തീരത്തിന്റെ നല്ലൊരു ഭാഗം ഇസ്രായേലിന്റെ കയ്യിലാണ്. ഇന്നും സിനായി മേഖല ഇസ്രായേലിന്റെ കയ്യിലാണ്. ഇന്നും ജൂലാൻ കുന്നുകൾ ഇസ്രായേലിന്റെ കയ്യിലാണ്. ആരാണ് അക്രമികൾ? എന്നിട്ട് ഇപ്പോൾ ഒക്ടോബർ 7 നടന്ന ഒരു പ്രത്യാക്രമണത്തെ മുൻനിർത്തി
ഗസ്സ കൂടി അവർക്ക് വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിനുള്ള ആക്രമണമാണ് നടക്കുന്നത്. ഗസ്സ ഒരു റിയൽ എസ്റ്റേറ്റ് ബൊണാൻസയാണ് എന്നാണ് ഇന്നലെ ബെസലേൽ സ്ട്രോമിച്ച് എന്ന് പറയുന്ന അവിടുത്തെ ധനമന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ആൾ പറഞ്ഞിരിക്കുന്നത്. ഈ മനുഷ്യർ താമസിക്കുന്ന 20 ലക്ഷം പേർ മനുഷ്യർ താമസിക്കുന്ന, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന, ആശുപത്രികളുള്ള, മനുഷ്യർ പാർക്കുന്ന ഇടത്തെ ഒരു ഇടിച്ചു നിരത്തി ഒരു റിസോർട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വ്യാഖ്യാനിക്കുന്നതല്ല, മറിച്ച് തുറന്ന് പ്രഖ്യാപിച്ച, ഡിക്ലെയർ ചെയ്ത കാര്യമാണ്. എന്താണ്? ഗസ്സ ഈസ് എ റിയൽ എസ്റ്റേറ്റ് ബൊണാൻസ. ഞങ്ങൾക്ക് ഗസ്സ ഒരു റിയൽ എസ്റ്റേറ്റ് കേന്ദ്രം മാത്രമാണ്, ഞങ്ങൾ അത് ഒഴിപ്പിക്കുക തന്നെ ചെയ്യും. ഒരു നാട്ടിൽ താമസിക്കുന്ന മനുഷ്യരുടെ അന്തസ്സ് കെടുത്തി, അവർ ജീവിക്കുന്ന ഇടം കവർന്നെടുത്ത്, അവരെ പട്ടിണിക്കിട്ട് കൊന്ന്, അവരെ നിരന്തരം ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ആക്രമിച്ച്, കടൽ വഴിയും ആക്രമിച്ച്, വളഞ്ഞ് എന്താണ് പറയുക, ഒരു ജയിലിനകത്ത്, തുറന്ന ജയിലിനകത്ത് താമസിപ്പിക്കുന്നതിൻ്റെ പേരാണ് ഗസ്സ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫലസ്തീനെ കുറിച്ച് ഓർത്താൽ നമുക്കൊരിക്കലും നിസ്സംഗമായിരിക്കാൻ പറ്റില്ല. ലീലാവതി ടീച്ചർ പറഞ്ഞതാണ് ശരി. നമ്മുടെ ഒരു ജന്മദിനവും നമുക്ക് ആഘോഷിക്കാൻ കഴിയില്ല. ഓരോ തീന്മേശക്ക മുന്നിലും നമ്മൾ ഗസ്സയിലെ കുഞ്ഞുങ്ങളെ കാണണം. ഹിന്ദ് റജബിനെ കാണണം. ആളുകളോട് ഫോൺ ചെയ്ത് ഇങ്ങനെ പോവാണ്, വരൂ എനിക്ക് ആക്രമണം വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്ന ദൃശ്യങ്ങൾ പോലും വന്നിട്ട് അവരുടെ കാർന്നുമോൾ വന്ന് ആ കുഞ്ഞില്ലാതായി പോകുന്നു. ഇന്നലെ എന്താണ്, ഒരു തൊട്ട തലേ ദിവസം ഒരു സ്കൂളിൽ ആഘോഷപൂർവ്വം ഒത്തുചേർന്ന് പേര് വിളിച്ച് അവരുടെ ഇതുപോലൊരു കലോത്സവ വേദിക്കകത്ത് നൃത്തം ചവിട്ടി പാട്ടുകൾ പാടിയ കുഞ്ഞുങ്ങൾ തൊട്ടടുത്ത ദിവസം സ്കൂൾ നടന്നുകൊണ്ടിരിക്കെ ബോംബ് വീഴുകയും അവിടെ മുഴുവൻ ചിന്ന ഭിന്നമായി പോകുകയും ആ തലേ ദിവസം പാട്ട് പാടിയ ഒരു കുഞ്ഞും അവശേഷിക്കാതെ പോവുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ആ കലോത്സവത്തിൻ്റെ ദൃശ്യം കാണുമ്പോൾ, ഇന്നത്തെ നമ്മുടെ കലോത്സവ വേദിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഓർക്കണം, അത് തൊട്ട തലേ ദിവസം അവിടുത്തെ ഉമ്മമാർ കുഞ്ഞുങ്ങളോട് ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്നത്, ഇച്ചിരി ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഞാനൊരു നോട്ട് ബുക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. ആ നോട്ട് ബുക്കിൽ ഇവിടെ ബോംബ് വീണാൽ, ഞാനും നിന്റെ ഉപ്പയും മരിച്ചു പോയി കഴിഞ്ഞാൽ നിനക്ക് പോകാനുള്ള ഇടം ഞാൻ അതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ആ ഇടം നോക്കി മെല്ലെ മെല്ലെ നുഴഞ്ഞ് കോൺക്രീറ്റ് ബീമുകൾക്കുള്ളിലൂടെ നീ പുറത്ത് കടക്കണം. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ ഉമ്മമാർ പാട്ട് പാടിക്കൊടുക്കുമ്പോൾ, കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ, നിങ്ങൾ വാട്സാപ്പിൽ റീലുകൾ കാണുമ്പോൾ അവിടെ ഉമ്മ എഴുതി വരച്ചു കൊടുക്കുന്നത് ഇച്ചിരിയെങ്കിലും ജീവൻ സംരക്ഷിക്കാൻ, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നീ ഇതുവഴി നൂണ്ടു പോകണമെന്ന മാപ്പാണ് ഈ നോട്ട് ബുക്കിൽ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. അവിടെ 18 വയസ്സായ ഒരു കുഞ്ഞ് എത്ര ആക്രമണങ്ങളെ അതിജീവിച്ചായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് അൽ ജസീറ ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. അവിടുത്തെ സ്ത്രീകൾ എങ്ങനെയായിരിക്കും വസ്ത്രം മാറുന്നുണ്ടാവുക, അവിടുത്തെ സ്ത്രീകൾ എങ്ങനെയായിരിക്കും മെൻസസ് പീരീഡ് കടന്നു പോകുന്നുണ്ടാവുക, അവിടുത്തെ ലൈംഗികതയും ജീവിതവും എങ്ങനെയായിരിക്കും. ടെന്റുകൾക്ക് വേണ്ടി അവർ അലയുന്നത് കാണുന്നു. ഇന്നലെ ഒരു സ്ത്രീ പറയുന്നത് കേട്ടു, ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ്, ഗസ്സ സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേൽ ഉത്തരവിറക്കിയത്. ഞങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും വിറ്റ് അവശേഷിക്കുന്ന ചില്ലിക്കാശ് പോലും ചെലവാക്കി ടെന്റ് വാങ്ങാൻ നടക്കുകയാണ്. എന്തിനാണ്? വേറൊരിടത്ത് പോയി താമസിക്കാൻ. അവിടെ താമസിച്ചാൽ അവിടെ സ്വസ്ഥതയുണ്ടോ? ഇല്ല. ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് തന്നെ ആക്രമിക്കും. അല്ലെങ്കിൽ എല്ലാവരും വടക്കൻ മേഖലയിൽ നിന്ന് തെക്കൻ ഭാഗത്ത് എത്തിച്ചേർന്നാൽ അവിടെ ആക്രമിക്കും. ടെന്റ് വാങ്ങാൻ പോകുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് ഞാൻ കരുതുന്നു. മരണം എത്ര ആനന്ദകരമാണ് എന്നാണ് ആ 44-കാരിയായ ഉമ്മ പറയുന്നത്. ഇത്തരം മനുഷ്യരുള്ള ഇടം നമ്മുടെ തൊട്ടടുത്തുണ്ടെന്നും ഇവരെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയും അവരോട് ഐക്യപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഫലസ്തീനോട് ഐക്യപ്പെടാൻ വളരെ എളുപ്പമാണ്. ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുകൾ നടത്താൻ ഒരു പണിയുമില്ല. വിശപ്പ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ വിഷയത്തിൻ്റെ ഭാഗമായി ഫലസ്തീനെ കുറിച്ച് എനിക്ക് എത്ര നേരവും വാചാലമാവാം. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് ഇസ്രായേലിന്റെ ക്രൂരതകളാണ് പഠിക്കേണ്ടത്. ഒരു രാഷ്ട്രത്തെ ജനത ഒരു കാലത്ത് ചരിത്രത്തിലുടനീളം വേദനയും അട്ടിയോടിക്കലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഭവിച്ചതിൻ്റെ ഒരു തരം ഗുണപാഠവുമില്ലാതെ
അഭയം കൊടുത്തവർക്ക് മേൽ ആയുധം പ്രയോഗിക്കുന്ന, കൊലപാതകം നടത്തുന്ന, വിശപ്പ് വിതക്കുന്ന ഒരു രാജ്യത്തോട് വിസമ്മതിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫലസ്തീൻ ഐക്യദാർഢ്യത്തെക്കാൾ പ്രധാനം ഇസ്രായേൽ വിരുദ്ധ പഠനമാണ് എന്ന് ഞാൻ കരുതുന്നു. ആ ഇസ്രായേൽ ജനതയോടല്ല നമ്മുടെ വിയോജിപ്പ്. അവിടെ എത്രയോ ജൂയിഷ് പീപ്പിൾ ഫലസ്തീനെ അനുകൂലിക്കുന്നവരുണ്ട്. മൈക്കോ പെലഡിനെ പോലുള്ള എത്രയോ മനുഷ്യരവിടെ ഉണ്ട്. പക്ഷേ ആ രാഷ്ട്രം ഒരു അക്രമി രാഷ്ട്രമാണ് എന്ന് തുറന്നു പറയാനും അതിനെക്കുറിച്ച് പഠിക്കാനുമുള്ള അവസരമായി നിങ്ങൾ ഇതിനെ ഉപയോഗിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതുവരെ പറഞ്ഞ കാര്യം വേഗം ഒരു ഒറ്റ മിനിറ്റ് എടുത്ത് നമുക്ക് റിവൈസ് ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഞാൻ വിശപ്പ് എന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. നമ്മൾ ആരും വിശക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. എന്നിട്ടും നമ്മൾ മറ്റൊരു മനുഷ്യൻ്റെ വിശപ്പിനെ അറിയുന്നു എന്നുള്ളത് നബിചര്യയാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. നബി തങ്ങളുടെ ഏറ്റവും മുഴക്കമുള്ള ഹദീസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ അയൽ വീട്ടിലുള്ള വിശക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾക്ക് വയറ് നിറച്ചുണ്ണാൻ പറ്റൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഭീമന്റെ ഒരു കഥ പറയാൻ ശ്രമിച്ചു. വയറ് നീ അധികം ഉണ്ടു എന്ന് പറയുന്ന നിങ്ങളുടെ ഭക്ഷണ ദൂർത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മലയാളത്തിലെ ചില ഭക്ഷണവും വിശപ്പുമായി ബന്ധപ്പെട്ട കഥകളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ മെല്ലെ ലീലാവതി ടീച്ചറിലെത്തി. പിന്നെ നമ്മൾ ഒന്ന് ഗസ്സയിലേക്ക് പോയി. ഗസ്സയിൽ നടക്കുന്നത് എന്താണ് എന്ന് പറയാൻ വേണ്ടി മൈക്കോ പെലഡ് എന്നൊരാളുടെ പുസ്തകം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി. അവിടുത്തെ സൈന്യത്തെക്കുറിച്ച് പറഞ്ഞു. ആ സൈന്യം എങ്ങനെയാണ് ഭീകരമായത് എന്ന് പറയാൻ വേണ്ടി 1917 മുതൽ 48 വരെയുള്ള ചരിത്രത്തെക്കുറിച്ച് മാത്രമൊന്ന് ഞാൻ പറഞ്ഞു. 48-ന് ശേഷവും ഇസ്രായേൽ അതിക്രമം തുടരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഇസ്രായേലിനോട് വിയോജിക്കാൻ വേണ്ടി പഠിക്കണം. പഠിക്കാതെ വിയോജിക്കരുത്, പഠിക്കാതെ ആരെയും വിമർശിക്കരുത്, പഠിക്കണം. നിരന്തരം നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. അവിടുത്തെ കഥകൾ വായിക്കണം, ദർവീശിനെ വായിക്കണം, കവിതകൾ വായിക്കണം, ചരിത്രം വായിക്കണം, നേരായ ചരിത്രം, പല കോണിൽ നിന്നുള്ള ചരിത്രം വായിക്കണം. എന്നിട്ട് നിങ്ങളൊരു തീരുമാനത്തിലും കാഴ്ചപ്പാടിലും എത്തിച്ചേരണം. ഒരിക്കലും കൂപമണ്ടൂകങ്ങൾ ആവരുത് ദയവായിട്ട്. കൂപമണ്ടൂകം എന്ന വാക്കിനർത്ഥം കിണറ്റിലെ തവള എന്നാണ്. കിണറ്റിലെ തവള, പൊട്ടക്കിണറ്റിലെ തവള. പൊട്ടക്കിണറ്റിലെ തവളയ്ക്ക് ലോകത്തെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവില്ല. നിങ്ങൾ ആകേണ്ടത് സമുദ്രത്തിലെ മീനുകളാണ്. നീന്തി തുടിക്കുന്ന, പല വൈവിധ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമുദ്രത്തിലെ മീനുകളാവണം. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും, തന്നെ മുന്നിൽ കാണുന്ന എല്ലാവർക്കും അവരുടെ അന്തസ്സുണ്ടെന്നും അവർക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെന്നും അവരോടെല്ലാം ഞാൻ ഐക്യപ്പെടേണ്ടതാണ് എന്നും ആരെയും അകറ്റുന്നയാളായി ഞാൻ മാറരുത് എന്നും ഏതുയരത്തിൽ ഞാൻ എത്തിയാലും താഴേക്ക് നോക്കുന്ന ഒരാളായി നിൽക്കുന്ന ഒരു ഹംബിൾനെസ് നമുക്ക് എല്ലാവർക്കും വേണം എന്നും മാത്രം പറഞ്ഞുകൊണ്ട് പുതിയ വാതായനങ്ങൾ, അറിവിൻ്റെ വാതായനയിലേക്ക് തുറക്കാനുള്ള പ്രചോദനമായി ഇത് മാറിയെങ്കിൽ ഞാൻ സന്തുഷ്ടനായി. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിരവധിയായ മൗന ദുഃഖങ്ങളുള്ളൊരു മനുഷ്യനാണ്. എഴുതുക എന്നൊക്കെ പറയുന്നത് ഒരു ദൈവാധീനമാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ പത്രത്തിന് വേണ്ടി, ഇതിൻ്റെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി, നേതാക്കൾക്ക് വേണ്ടി ഒക്കെ നിങ്ങളുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തട്ടെ. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.